ഹലോ, ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് കഴിക്കാൻ അടിപൊളി ഒരു കുൽഫി തയ്യാറാക്കിയാലോ വീട്ടിൽ തന്നെ. അപ്പം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ചായ വെക്കുന്ന പാത്രത്തിലേക്ക് 1.5 കവറ് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1.5 കവറ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 2.5 സ്പൂണ് ഗോതമ്പ് പൊടിയും 1 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് അല്പം പാൽ കൂടെ ചേർത്തൊന്ന് കട്ടയില്ലാതെ കുറുക്കിയെടുക്കാം. അങ്ങനെ ഇതാ കസ്റ്റാർഡ് പൗഡറും ഗോതമ്പ് പൊടിയൊക്കെ പാലിനകത്ത് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വന്ന പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണേ. ഇതാ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 3 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഗോതമ്പ് പൊടിയും കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇനി ഇത് കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. അങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇനി അതിലേക്ക് 3 ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ മിക്സ് കുറുകി വന്നിട്ടുണ്ട്. അത് വാങ്ങി തണുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മാങ്ങ ഇതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ വെച്ചിട്ടാണ് കുൽഫി ഉണ്ടാക്കുന്നത്. അപ്പം 2 മാങ്ങയുടെ ഫുൾ പൾപ്പും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ചേർത്ത് കൊടുക്കുക. പാലും കസ്റ്റാർഡ് പൗഡറും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാങ്ങയും അതൊക്കെ കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ഇത് അടിച്ചെടുത്ത് ഇനിയിപ്പോൾ കുൽഫി കവറിലാണ് ഒഴിച്ചു വെക്കുന്നത്. ഇനി അതിലേക്ക് അല്പാൽപ്പമായിട്ട് ചെറിയ കപ്പ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ കവറിലും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫില്ല് ചെയ്തെടുത്ത കുൽഫി കവറിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് നടുക്കോട്ടായിട്ട്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിക്കൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇത് 8 മണിക്കൂറാണ് ഞാൻ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുൽഫി. അങ്ങനെ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ചേരുവ തന്നെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കുൽഫി തയ്യാറാക്കാം. അതാ കണ്ടില്ലേ, ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചത് അടിപൊളിയാന്ന് പറയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പൂച്ചയ്ക്കും അല്പം കൊടുത്തായിരുന്നു, അത് പുറകെ നടന്ന് ആക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.